അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വിഷമകരമായ വാർത്ത അറിയിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഞണ്ട് ഇന്നലെ രാത്രി ചാടിപ്പോയോ അതോ പൂച്ച പിടിച്ചു വന്ന് എനിക്കറിയില്ല. രാവിലെ ടാങ്കിലെ നെറ്റ് താഴത്തോട്ട് കിടക്കുന്നു, മുട്ടി ഫുൾ വെള്ളം കയറി കിടക്കുന്നു. എന്നിട്ട് ചാടിയതാണോ അതോ നമ്മുടെ പൂച്ച ഇവിടെയായിരുന്നു കിടന്നു. കൃത്യം അടിച്ചതാന്ന് തോന്നുന്നു, പെട്ടെന്ന് അടിച്ചു. ഞണ്ടിൻ്റെ കൈ എങ്ങാണ്ട് ഒടിഞ്ഞു പോയിക്കണം. കൈ കണ്ടില്ല കേട്ടോ, കൈ ഉണ്ടാവും. ഇപ്പം പൂച്ച എന്നിട്ട് പിടിച്ച് വലിച്ചെടുത്തിട്ടു എന്ന് തോന്നുന്നു. എന്നിട്ട് കടിക്കൂല പൂച്ച. കടിച്ചങ്ങനെ അതിൻ്റെ കൈയൊക്കെ ഒടിച്ചാണ്. നമ്മൾ രാവിലെ എണീറ്റ് ഞണ്ടിനെ തീറ്റ കൊടുക്കാമെന്ന് വെച്ച് എണീറ്റപ്പോൾ കണ്ടില്ല ഞണ്ടിനെ. ഇവിടെ ഒരു വിഷമകരമായ വാർത്താണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നൊരു ടൈം ചെയ്തു വെച്ചാൽ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകും. അങ്ങനത്തെ ഞണ്ടായിരുന്നു ടൈം. കൃത്യം ടൈമായ ഞണ്ട് എങ്ങനെ പെട്ടെന്ന് ചാടിപ്പോകാൻ ചാൻസ് കുറവാണ്. നല്ല ഉറപ്പാണ്, ചാടിപ്പോകാൻ നല്ല ചാൻസ് കുറവാണ്. എന്നാന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ ഞണ്ടിന് വേഗത്തിൽ ഓടാൻ കഴിയും, ചാടാനും പറ്റും. മേളിൽ വന്നിട്ട് ഓക്സിജൻ എടുത്തപ്പോൾ എങ്ങാണ്ട് പൂച്ച വന്ന് പിടിച്ചതാണ്. പൂച്ചയ്ക്ക് നെറ്റ് മറ്റേ ഈസിയല്ലോ, പക്ഷെ മുഴികളങ്ങനെയല്ല, എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളൂ. പൂച്ച അടിക്കാൻ വരുമ്പോൾ ഒറ്റ പാഞ്ഞോണ്ടില്ല. അത് നമ്മുടെ മുഴിയല്ലേ. പക്ഷെ ഞണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിരിക്കുന്നത്. എൻ്റെ ഞണ്ട് അങ്ങനെ പോയിട്ടുണ്ട് കഴിച്ച്. ഞണ്ട് രാവിലെ വൈകുന്നേരം വരെ നോക്കി ഞണ്ട് ഇവിടെ ഉണ്ടോന്ന് ഇല്ല. ഇനി കൂടെ ഒന്ന് തപ്പണം. കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷമിക്കും. അല്ലെങ്കിൽ ഫുൾ മറ്റേ കുറച്ച് സ്കൂട്ടർ ഇവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ നോക്കണം, വെള്ളം അടിച്ച് നോക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു. ഞണ്ട് പോയില്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അത്ര മതി. ഞണ്ട് പോയോ എന്ന് ചോദിച്ചൊരു കമൻറ്റ്, അത് മാത്രം മതി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. നീ ഞണ്ടിന് മേടിക്കാറ്. അപ്പോൾ ഞാൻ 2 ഞണ്ടിനായിരിക്കും എനിക്ക് കൊണ്ടുവരുന്നത്. രണ്ട് ഞണ്ടിനെ നമ്മൾ ഈ ടാങ്കിൽ തന്നെ വെല്ലുവിളിയാണ്. ഇവിടെ നിന്നാണെങ്കിൽ അവൻ ചാടിപ്പോയേ, ഈ ടാങ്കിൽ ഇട്ട് തന്നെ ആ 2 ഞണ്ടിനെ ഞാൻ വളർത്തിയിരിക്കും. ഉറപ്പാ. ഞണ്ടിനെ തിരിച്ചിട്ടാണെങ്കിൽ ഞാൻ കറി വെച്ച് കഴിക്കും. ഉറപ്പാ. ചാടിപ്പോയവനെ പിന്നെ എന്തിനാ വളർത്തണേ, അത്രേ ഉള്ളൂ. എൻ്റെ അതാണ് ഇത്. ഇപ്പോൾ ഗപ്പിയാണെങ്കിലും എന്താണെങ്കിലും ചാടിപ്പോയാൽ അത് ചാവും. ഞണ്ടാണെങ്കിൽ ചാടിപ്പോയി ചാവില്ല, എവിടെയെങ്കിലും കയറിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭിത്തിയുമ്പോൾ അവരെ പടച്ച് കയറാൻ പറ്റൂട്ടോ ഞണ്ടിന്. എൻ്റെ സൗണ്ട് ഇത്തിരി പനിക്കുന്നുണ്ട്. ഇന്ന് റേസായിരുന്നു, അതുകൊണ്ട് ഒന്ന് ഓടി വന്നു, അതുകൊണ്ട് മേലൊക്കെ പനിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനുകളും ഇങ്ങനെ ആക്റ്റീവാണ്. ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമെന്ന് പറഞ്ഞ് ബൈ.